Hi friends, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിന് നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ മെയ് 2nd വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടയിലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആണ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വരുന്ന മെയ് മാസം 2nd വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, പെബിൾസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംസ്, ലീഗൽ റൈറ്റ്സ് ഉണ്ട്. സോ ഞാൻ ഒരു Q&A സെഷൻ പ്ലാൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രയോജനം വരുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ മീ ആക്ച്വലി. സോ ഫസ്റ്റ് Q&A സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വരുന്ന 14th, ദാറ്റ് മീൻസ് 14th സൺഡേ ആണ്. സൺഡേ നൈറ്റ് 9 o'clock നമുക്ക് പ്ലാൻ ചെയ്യാം. Q&A സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണം ചോദിക്കാം. സെബി റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നോട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ സൂം ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പങ്കെടുക്കാം. ഇതൊരു നോളജ് ഷെയറിംഗ് സെഷനായിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യണം. നമ്മൾ ഒരേ ലെവലിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ നോളജ് പതുക്കെ കൂട്ടി പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്കിൽ ഏത് മാർക്കിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആ സമയത്ത് ലൈവായിട്ട് എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ മാസം 14th തീയതി രാത്രി 9 മണിക്കാണ്. സോ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ ആണ്. Q4 റിസൾട്ട് വരാൻ പോകുന്നു. നല്ല ലാഭം തരാൻ സാധ്യതയുള്ള ഏതാനും സ്റ്റോക്കുകൾ, അതിനെക്കുറിച്ചുള്ള ആ സ്റ്റോക്കുകളുടെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തും ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പഠനം എന്നുള്ള കൺസെപ്റ്റിലാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്, അത് പ്രത്യേകം എടുത്ത് പറയുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി ഡിക്ലറേഷൻ ഡേ ആണ്. കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള RBI മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ 2024 ഫിനാൻഷ്യൽ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ്. നമുക്ക് വേൾഡ് മാർക്കറ്റ്സ് നമ്മൾ നോക്കാൻ നേരത്ത് US പ്രത്യേകിച്ച് US ഇൻഫ്ലേഷനൊക്കെ കുറേ കൺട്രോൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. US ഫെഡ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു 2024 3 പ്രാവശ്യം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു പർട്ടിക്കുലർ കാര്യം. സോ തീർച്ചയായും അതിൻ്റെ ചുവട് വെച്ച് RBI ഇവിടെ ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ നോർത്തിലൊക്കെ ഹീറ്റ് വേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് വേവ്സ് ഭയങ്കരമായിട്ട് നോർത്തിലൊക്കെ അത് ഹീറ്റ് വേവ്സ് വരാൻ നേരത്ത് പ്രത്യേകിച്ച് അടുത്ത 2-3 മാസങ്ങളിലേക്ക് അത് പ്രൊഡക്ഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഹാർവസ്റ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൊഡക്ഷനും ഹാർവസ്റ്റും ഒന്ന് വീക്കായാൽ വീണ്ടും അത് ഇൻബാലൻസിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ RBI ഇന്ന് മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യുമ്പോൾ RBI കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം ആണ് തീർച്ചയായും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചുള്ള ഹീറ്റ് വേവ്, പൊതുവെ ചൂട് കൂടി വരുന്നതുകൊണ്ടുള്ള ഹാർവസ്റ്റ് ഇഷ്യൂവും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂവും. തീർച്ചയായും അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു സപ്പോർട്ടീവ് സ്റ്റാൻഡ് ആയാൽ പോലും അത് മാർക്കറ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മാർക്കറ്റ് ആകാംക്ഷ നിൽക്കുവാണ്. ആ പോളിസി ഡിക്ലെയറിന് ശേഷമാണ് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് അടുത്ത ചലനങ്ങൾ വരാൻ സാധ്യതയുള്ളൂ എന്ന് ഞാൻ എടുത്തു പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, HDFC ബാങ്കിൻ്റെ സ്റ്റെല്ലർ ബിസിനസ് റിപ്പോർട്ടാണ് HDFC ബാങ്ക് ഓൾറെഡി തന്നിരിക്കുന്നത്. സോ അമേസിംഗ് ഓപ്പറേഷണൽ അപ്ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഗ്രോസ് അഡ്വാൻസസ് വന്നിട്ട് 2023 16,342 നിന്നും 20,080 കോടിയായിട്ട് കൂടി 55% ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഡിപ്പോസിറ്റ്സ് 18,834 നിന്നും 23,800 കൂടി 26%. കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് കാസ ഡിപ്പോസിറ്റ്സ് 8,360 നിന്നും
9,990 കൂടി 8.7% ഗ്രോത്താണ്. ആൻഡ് കാസ റേഷ്യോ വന്നിട്ട് കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് റേഷ്യോ വന്നിട്ട് 44.4 നിന്നും 38.2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ എക്സലൻറ്റ് ഓപ്പറേഷണൽ പെർഫോമൻസ് ആണ് SBI ബാങ്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായും അത് ബാങ്കിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിന് തീർച്ചയായും സപ്പോർട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. റിസൾട്ടും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. റിസൾട്ട് തീർച്ചയായും കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് വീക്കായതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ റിസൾട്ട് നല്ലതാകാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായും ബാങ്ക് നിഫ്റ്റിയിലെ ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ സംതിങ് അറൗണ്ട് 14% ആണ് HDFC ബാങ്കിൻ്റെ എന്താ പറയണ്ടേ ആ നിഫ്റ്റിയിലുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ HDFC ബാങ്കിൻ്റെ മൂവ്മെൻറ്റിന് തീർച്ചയായും ഒരു പരിധിവരെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സ്റ്റീപ്പ് കറക്ഷൻ വന്നിട്ട് പോലും Q3 റിസൾട്ട് ആവറേജ് ആയിരുന്നു ഈ സ്റ്റോക്കിന്. കറക്ഷൻ നല്ല സ്റ്റീപ്പ് കറക്ഷൻ വന്നിട്ട് പോലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട്സും ഈ സ്റ്റോക്കിൽ അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക ചെയ്തത്, കുറയ്ക്കുകയല്ല ചെയ്തത്. സ്റ്റോക്കിൻ്റെ പേര് ആഫിൾ ഇന്ത്യ എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. ആഫിൾ ഇന്ത്യയിൽ നിപ്പൻ ഇന്ത്യക്ക് 4.45% ഓണർഷിപ്പ് ഉണ്ട്. ആൻഡ് ICICI പ്രൂവിന് 3.97% ഉണ്ട്. എന്തുകൊണ്ടാണ് ആഫിൾ ഇന്ത്യയിൽ പെർഫോമൻസ് ഒരു ആവറേജ് ആയിട്ട് പോലും, അല്ലെങ്കിൽ ഒരു സൂപ്പർ പെർഫോമൻസ് അല്ല, ഒരു മീഡിയം പെർഫോമൻസ് ആയിട്ട് പോലും FPIസും മ്യൂച്വൽ ഫണ്ട്സും എന്തുകൊണ്ടാണ് അവരുടെ സ്റ്റേക്ക് കൂട്ടാൻ കാരണം? അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, സ്ട്രീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് റവന്യൂ സംതിങ് അറൗണ്ട് 38%ഓളം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു 30% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ സംതിങ് അറൗണ്ട് ഒരു 475-490 500 crores റവന്യൂ അഡീഷണൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രം എമർജിംഗ് മാർക്കറ്റ്സിൻ്റെ സപ്പോർട്ടോടുകൂടി. സോ അത് വലിയൊരു ഫാക്ടറാണ് FPIസിനും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഈ ഒരു സ്റ്റോക്കിൽ അവർ ഹോൾഡ് ചെയ്യാനായിട്ട്. എനിവേ നമുക്ക് മുൻകൂട്ടി മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. റിസൾട്ട് വരുമ്പോൾ മാത്രമേ അനലിസ്റ്റുകളുടെ പ്രവചനം കറക്റ്റായോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എനിവേ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ ബസ്സിംഗ് സ്റ്റോക്സ് ആണ്. തീർച്ചയായും ബസ്സിംഗ് സ്റ്റോക്സ് ഇൻഡോകൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂലാൻഡ് ലാബ് ഉണ്ട്, ഇപ്കാ ലാബ് ഉണ്ട്. സോ തീർച്ചയായും ബസ്സിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാതിരിക്കരുത്. തീർച്ചയായും പഠിക്കാൻ വേണ്ടി തരുന്ന കൺസെപ്റ്റിലാണ് ഈ സ്റ്റോക്കുകളൊക്കെ തരുന്നത്. ഇറ്റ് ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. ഇന്നത്തെ കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ആണ്. ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് JLR UK സെയിൽസ് 13,200 യൂണിറ്റിൽ നിന്നും 17,066 യൂണിറ്റായിട്ട് കുതിച്ചുയർന്നു. ഗ്രാസിം ഇൻഡസ്ട്രീസ് 26% സ്റ്റേക്കാണ് അവർ അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ക്ലീൻ മാക്സ് ഡെസിമസിൽ. അൾട്രാടെക് സിമെൻറ്റ് അവർ 100 മെഗാവാട്ട് സോളാർ എനർജി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. രാജസ്ഥാനിൽ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ടോട്ടൽ അഡ്വാൻസസ് അപ്പ് ബൈ 8%. അവന്യൂ സൂപ്പർ മാർക്കറ്റ് Q4 സെയിൽസ് റൈസ് ബൈ 20% ഓൺ ഇയർ കമ്പാരിസൺ. നല്ല ബിസിനസ് അപ്ഡേറ്റ് ആണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ റവന്യൂവിനെ സംബന്ധിച്ച്. IEX മാർച്ചിലെ ടോട്ടൽ വോളിയം വന്നിട്ട് 6.2% ആണ് കൂടിയിരിക്കുന്നത്.